ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുലപ്പാലിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 6 മാസം പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രായത്തിൽ ഇരുമ്പ്, സിങ്ക് എന്നിവ പാലിൽ നിന്ന് കിട്ടുന്നില്ല. ഒപ്പം അധിക പോഷകങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി വരാൻ തുടങ്ങുന്നതിനാലാണ് 6 മാസം ശുപാർശ ചെയ്യുന്നത്. ഒരു കുഞ്ഞ് വളർച്ചാപരമായി ഖരഭക്ഷണത്തിന് അല്ലെങ്കിൽ കട്ടി ആഹാരത്തിന് തയ്യാറാണ് എന്നുള്ളതിന്റെ സൂചനകളാണ് നന്നായി ഇരിക്കുക, നല്ല തല നിയന്ത്രണം, ഭക്ഷണം വായിൽ പിടിച്ച് ചവയ്ക്കാൻ ശ്രമിക്കുന്നു. ഉചിതമായ ആദ്യ ഭക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: മൃദുവായതും വേവിച്ചതുമായ പച്ചക്കറികൾ, ബ്രോക്കോളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മത്തങ്ങ, കടല, ചതച്ചതോ നന്നായി വേവിച്ചതോ പുഴുങ്ങിയതോ തലേന്ന് വെള്ളത്തിലിട്ട് മുളപ്പിച്ചതാണ് കൂടുതൽ ഉചിതം. മൃദുവായ ഫ്രൂട്ട്സ്, വാഴപ്പഴം, മാമ്പഴം, അവക്കാഡോ, വേവിച്ച പെയർ, ആപ്പിൾ, പ്ലം, പീച്ച്, ധാന്യങ്ങളായ ഓട്സ്, അരി, പാകം ചെയ്തത്, ചെറിയ അളവിൽ മുലപ്പാലോ ഫോർമുല പാലിലോ കുതിർത്തത്. എല്ലാ ദിവസവും പുതിയ ഭക്ഷണങ്ങൾ അവതരിപ്പിക്കാം. ഒറ്റയ്ക്കോ സംയോജിപ്പിച്ചോ നൽകാം. മാംസം, കോഴി, മത്സ്യം ഇവ മൃദുവും കൈകാര്യം ചെയ്യാൻ എളുപ്പവുമാകുന്നു ഉറപ്പുവരുത്തുക. അസ്ഥികൾ നീക്കം ചെയ്യുക. മുട്ട നന്നായി വേവിച്ച് നൽകാം. തൈര്, ചീസ് ഇവ ഉൾപ്പെടുത്താം. പയർ വർഗ്ഗങ്ങളായ ബീൻസ്, പയർ, കടല, ചെറുപയർ എന്നിവ ഉൾപ്പെടുത്തുക. അണ്ടിപ്പരിപ്പ് നന്നായി കുതിർത്തതോ പൊടിച്ചതോ വേവിച്ചതോ നൽകാവുന്നതാണ്. നട്ട് അലർജി ഉള്ള കുടുംബ ചരിത്രം ഉണ്ടെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. 7 മുതൽ 9 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദിവസവും 3 മുതൽ 4 ചെറിയ ഭക്ഷണം കഴിക്കാൻ കഴിയും. 9 മുതൽ 11 മാസങ്ങളിൽ ചെറിയ കഷണങ്ങളായി മുറിച്ച ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. അതായത് ആപ്പിൾ, ക്യാരറ്റ് എന്നിവ പോലുള്ള കഠിനമായ ഭക്ഷണങ്ങളും ഇവർക്ക് നൽകി തുടങ്ങണം. 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിലുള്ള മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ: തേൻ. 12 മാസം താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും തേൻ നൽകരുത്. വേവിക്കാത്ത മുട്ടകൾ ഒഴിവാക്കുക. നട്ട് അലർജിയുടെ ഹിസ്റ്ററി ഉള്ളവർക്ക്, നട്ട് അലർജിയുടെ കുടുംബ ചരിത്രമുള്ളവർക്ക് നട്ട്, അണ്ടിപ്പരിപ്പ് ഒഴിവാക്കാം. പശുവിന്റെ പാൽ 12 മാസം വരെ കൊടുക്കുന്നത് ഒഴിവാക്കുക. മുഴുവനെയുള്ള പരിപ്പ്, കടല എന്നിവയും കൊടുക്കുന്നത് ഒഴിവാക്കാം. നന്നായി വേവിച്ച് ചതച്ചു ഉടച്ച് വേണം കൊടുക്കാൻ. കൊഴുപ്പ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാം. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് കൊഴുപ്പ് ആവശ്യമാണ്. അമിത പഞ്ചസാര, ഉപ്പ്, ശീതളപാനീയം എന്നിവ ഒഴിവാക്കാം. ഇതിനെല്ലാം ഒപ്പം വെള്ളം കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഉചിതമായ കാലയളവിൽ കുഞ്ഞിന് ഖരഭക്ഷണം അവതരിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കൂടാതെ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും മാതാപിതാക്കളാണ്. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.